കുട്ടുവിന്റെ കിങ്ങിന്റെ വീട്ടിൽ കളിക്കാൻ പോവാം. എന്തായാലും അമ്മ ബ്യൂട്ടി പാർലറിൽ പോയില്ലേ, അച്ഛനാണെങ്കിൽ വേറെ എന്തോ ആവശ്യത്തിന് പോവുകയും ചെയ്തു. ചുമ്മാ എന്തിനാ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. കുട്ടുമോന്റെ കിങ്ങിന്റെ വീട്ടിൽ കളിക്കാൻ പോവാം. അയ്യോ, നല്ല മഴക്കുണ്ടോന്ന്. മഴ പെയ്യും, പെട്ടെന്ന് പോവാ. ആഹാ, അമ്മണിയോ? എന്താ ഇത്? ഇതെന്തോ അഞ്ചമ്മണിയോ? ഇതെങ്ങനെ അഞ്ചമ്മണിമാര്? ഇപ്പൊ പോയി. ബാക്കി 4 പേര്. ആ, ഞാൻ കിടന്ന് ഉറക്കമായിരുന്നു. ഉച്ചയൂണും കഴിഞ്ഞ് ഉറക്കത്തിന്റെ ഇടയ്ക്കാ മോള് കിടന്ന് വിളിക്കുന്നത് കേട്ടത്. ഓ, അതിരിക്കട്ടെ, വെറുതെ അല്ല. എന്താന്ന് എനിക്കറിയത്തില്ല. മോളെ പോലെ 5 അമ്മണിമാരെന്തായാലും ഉണ്ടായിരുന്നു ഇവിടെ. ആ, ഉറക്കത്തിൽ എഴുതേക്കുമ്പോ 5ഉം 10ഉം ഒക്കെ തോന്നിക്കും. ഞാൻ പക്ഷെ ഉറക്കത്തിലില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ 5 വരെയുള്ള മറ്റേ പ്രയോഗത്തെ കണ്ടത്. അല്ല താണിയമ്മേ, കുട്ടുമോനും കിങ്ങിനിയും പിന്നെ ആന്റിയൊക്കെ അവിടെ പോയി. ആ, അവരെനിക്കൊരു കല്യാണത്തിന് പോയതാ. ഉച്ചയൊക്കെ കഴിയുമ്പോ വരും. ഇപ്പൊ ഉച്ച കഴിഞ്ഞില്ല, അവരിപ്പോ എത്താറായി കാണുമായിരിക്കും. കല്യാണത്തിന് പോയവര്? അയ്യോ. ആ, മോളിവിടെ ഇരിക്കും. എന്തായാലും അവരെത്തും ഇപ്പൊ. ആ, നാണിയമ്മ ഒരു കാര്യം അറിയണ്ടേ? ഞാനെനിക്ക് ആ വയലിൽ കൂടെ ഇങ്ങോട്ട് നടന്നു വന്നതേ. ആ വയലിന്റെ നടുക്കെത്തിയപ്പോഴേ 5 തലയുള്ള പ്രേതം. 5 തലയുള്ള പ്രേതത്തെ കണ്ടോ? ഞാനിപ്പോ 5 അമ്മണിയും കണ്ടല്ലോ. സൂപ്പർ സദ്യയായിരുന്നില്ലേ അമ്മേ? ശരി ചേച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ബിരിയാണി ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഐസ്ക്രീം ഒക്കെ ഞാൻ ഇഷ്ടംപോലെ കഴിച്ചു. അമ്മണി മുളെത്തിയായിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് പോയതായിരുന്നു മോളെ. എവിടെയാണ് നിങ്ങൾ കല്യാണത്തിന് പോയേ? ഞങ്ങൾ ഏവൂരാ കല്യാണത്തിന് പോയത്. ഏവൂര് പോയി ഏമ്പപ്പം വേണ്ടിട്ടാണോ വന്നേ ഭക്ഷണം കഴിച്ചിട്ട്? കുട്ടുവാൻ പറഞ്ഞ കേട്ടോ, ഐസ്ക്രീം കഴിച്ച് ബിരിയാണി കഴിച്ചെന്നൊക്കെ ഇഷ്ടംപോലെ കഴിച്ചെന്നൊക്കെ പറയുന്ന കേട്ടു. ആ, നല്ല സദ്യയായിരുന്നു മോളെ. ആ, അമ്മ എനിക്ക് വരണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്. അവിടെ എല്ലാവരും തിരക്കി അമ്മേ. നാണിയമ്മ വരാൻ എന്നിട്ട് എല്ലാവരും തിരക്കി. എനിക്ക് അങ്ങ് ദൂരെ യാത്ര ചെയ്യാൻ വയ്യല്ലോ മോളെ. നാടിന് ഭയങ്കര വേദന, അതുകൊണ്ടല്ലേ ഞാൻ വരാഞ്ഞേ. ആ, ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു ഇവിടെ കിടന്ന് അമ്മണി മോള് വിളിച്ചപ്പോഴും. എന്നാ മോൾ ഇവിടെ ഇരിക്കും. ഈ പിള്ളേരെങ്കിൽ ഡ്രസ്സൊക്കെ മാറിട്ട് വരട്ടെ, എന്നിട്ട് കളിക്കുക കേട്ടോ. ഉറക്കക്ഷീണം തീർന്നില്ല. ഒന്നുകൂടെ കിടന്നുറങ്ങാം. എന്തായാലും കഴിച്ചിട്ടല്ലയോ കിടക്കുന്നത്. വൈകിട്ട് വരെ കിടന്നുറങ്ങാം. സൗണ്ട് കേട്ടോ കേട്ടോ. ഞാൻ നോക്കിട്ടൊന്നും കാണുന്നില്ല. പിന്നെ പുതിയ സൗണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ എന്തോന്നുണ്ട്? 5 തലയുള്ള ഒരു പ്രേതം. 5 തല എക്സ്ട്രാ ഉള്ളതാ. പിന്നെ റിയൽ ആയിട്ട് ഒരു തല. അങ്ങനെ ടോട്ടൽ തല 6. പോടി. പിന്നെ 6 തലയുള്ള പ്രേതം എവിടാ? സത്യം ഞാൻ കണ്ടതല്ലേ ചേച്ചി? അത് പാടത്ത് വെച്ചിട്ട് മറ്റേ സാധനമായിരിക്കും. പാടത്തൊക്കെ സാധനം വെക്കാറുണ്ടല്ലോ. കറക്റ്റ്. അത് തന്നെ സംഭവം. എടി നോക്കൂത്തില്ലേടി? നീ അതിനെയാ കണ്ടത്. പൊട്ടി പെണ്ണിനെ അറിയത്തില്ലേ കണ്ടാല്? നിങ്ങൾ നോക്കൂത്തി ഇങ്ങനത്തെ രൂപത്തിലുണ്ടോ? പേടിയാലും കണ്ടാല്. അയ്യോ, നോക്കൂത്തി ആയിരിക്കില്ലേ? പിന്നെ പേടി വരാനുള്ള രൂപല്ലേ നോക്കുത്തിയായിട്ട് വയ്ക്കുന്നത്. പിന്നെ അല്ല ഐശ്വര്യയുടെ രൂപം ഒന്നും എടുത്ത് അവിടെ വയ്ക്കത്തില്ലേ നോക്കുത്തിയായിട്ട്? ഓ, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ഇത് നമുക്കൊന്ന് മാവിന്റെ വീട്ടിൽ അങ്ങനെ പോവാം കളിക്കാന്. അയ്യോ, പുറത്ത് നല്ല മഴ. ആ, എന്നാ പിന്നെ ഇവിടെ ഇരുന്ന് കളിക്കാം നമുക്ക്. ഓ, ഇവിടെ ഇരുന്ന് എന്താ കളിക്കാനാ? എന്റെ പൊന്നോ, നിനക്ക് തുടങ്ങിയൊരു വട്ട്. ഞാൻ നേരത്തെ വന്നില്ല ഇവിടെ. നിങ്ങളാരും ഇല്ലായിരുന്നല്ലോ. വന്നു കയറിയപ്പോ നാണയമ്മ ഉറപ്പല്ലായിരുന്നു. അപ്പത്തി നോടി ഒന്ന് നോക്കിയപ്പോ എന്നോട് പറയാം ഞാൻ 5 അമ്മണിമാരുണ്ടെന്ന്. എന്റെ പൊന്നിന് നീ ഇപ്പൊ അത് തന്നെ എന്താ പറയുന്നേ? പ്രശ്നമുണ്ടോ? കണ്ണുണ്ടോ ടെസ്റ്റ് ചെയ്യ എല്ലാവരുടെ. ആ, ചേച്ചിനെ കൊണ്ടേ കണ്ണ് ടെസ്റ്റ് ചെയ്യ. ചേച്ചി തന്നെ അവിടെ പാടത്ത് പ്രയത്തെ കണ്ടല്ലേ 5 6 തലയുള്ളത്. അപ്പൊ ചേച്ചിയുടെ കണ്ണിന് പ്രശ്നം കാണുമല്ലോ. അപ്പൊ എനിക്ക് തോന്നിയതാണോ 5 അമ്മണിയായിട്ടുള്ളത്? പിന്നല്ലാതെ ഞാനല്ലാതെ ഹാഫ് രാവണൻ ഒന്നും അല്ല. ഹാഫ് രാവണൻ? ഹാഫ് രാവണൻ എന്ന് പറഞ്ഞാൽ പകുതി രാവണൻ.
രാവണൻ എന്ന് വെച്ചാൽ എന്താ രാവണന് 10 തലയല്ലേ ഉള്ളത് നിങ്ങളെന്ത് പറഞ്ഞ എനിക്ക് 5 തല അത് അപ്പൊ എന്താ ഞാൻ ഹാഫ് രാവണൻ എടി ഇത് ഞാൻ പോയി അമ്മയുടെ ബാഗിൽ നിന്ന് പോയി കളിപ്പാട്ടം എടുത്തിട്ട് വരട്ടെ 2-3 വണ്ടി വാങ്ങിച്ചായിരുന്നു ടോയ്സ് ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ അമ്മയുടെ വാങ്ങിച്ചിട്ട് വരട്ടെ അയ്യോ ശരി ചേച്ചി നമ്മളെ വണ്ടി ഒന്നും എടുത്തില്ലല്ലോ ചേച്ചി അവിടെ എടുത്തിട്ടോ എന്താണ് വില കൂടി വണ്ടിയൊക്കെ ആയിരുന്നു വാങ്ങിച്ചേ നമുക്കെന്നല്ലേ വണ്ടി ഉണ്ടാക്കി വെളിയിൽ കൊണ്ടുപോയി നമുക്ക് കളിക്കായിരുന്നു അയ്യോ മഴ കുറഞ്ഞു നോക്കട്ടെ ചേച്ചിയാണേ മഴ കുറഞ്ഞിട്ടില്ല ചെറുതായിട്ട് ചാറുന്നുണ്ട് മഴ കുറഞ്ഞാണെങ്കിൽ നമുക്ക് പോയി കളിക്കായിരുന്നു വെളിയിൽ ആ വണ്ടി കൊണ്ടേ വണ്ടി വെളിയിൽ കൊണ്ടേ ചെളിയാകൂടെ നമുക്ക് ഇവിടെ തന്നെ ഇട്ട് കളിക്കാകത്ത് തന്നെ ആ ശരി ചേച്ചി അയ്യോ എന്താടാ ചേച്ചി ബാറ്ററി ഇല്ലാതെ ഓടത്തില്ല അതൊന്നും അമ്മ പറഞ്ഞു ബാറ്ററി എവിടെ നോക്കട്ടെ പറഞ്ഞു പിന്നെ തരാന്ന് പറഞ്ഞു ഇതൊക്കെ കുട്ടികൾ പേടിച്ചിരിക്കുന്നേ നിങ്ങൾ അയാളുടെ പ്ലാനിങ് ആയിരിക്കും എന്നെ പറഞ്ഞിട്ട് വട്ടം കറക്കാൻ ഞാൻ ഇവരും പറയാം 5 അമ്മണിമാരെ കണ്ടെന്ന് ചേച്ചി സത്യം ഞാൻ 5 അമ്മണിമാരെ കണ്ടത് ഇപ്പൊ നോക്കിട്ട് കാണാനില്ല എടാ നിനക്ക് തോന്നിയടാ കുട്ടുമനെ ഞാൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ നിങ്ങൾ അല്ലാണ്ട് കണ്ണുകൂടി ടെസ്റ്റ് ചെയ്യുന്നതാണ് കണ്ടത് ഞാൻ വീണ്ടും പറയുക നീ ഒന്നും ദേഷ്യപ്പെടുന്നത് എന്തായാലും ഒരാൾക്ക് തോന്നുവാണെങ്കിൽ പിന്നെ തോന്നിയെന്ന് പറയാം ഇതിപ്പോ എനിക്ക് കുട്ടിന് മാത്രമല്ലല്ലോ അമ്മമാരെ പറഞ്ഞില്ലേ ഒരുപാടുണ്ട് പായസം അപ്പൊ എല്ലാവരുടെ കഴിക്കാൻ വേണ്ടി അമ്മ അങ്ങോട്ട് വിളിച്ചു ഹായ് പായസം കൊതി വരുന്നു അയ്യോ ഈ പായസം കഴിക്കാനുള്ള വയറുണ്ടോ പറഞ്ഞിട്ട് ഞങ്ങളാക്കി പിന്നെ കല്യാണത്തിന് പോയിട്ട് വന്നാടി ഇഷ്ടംപോലെ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക ഫുള്ളാ എന്നാലും വേണം ഞങ്ങള് വിളിച്ചില്ലേ നിന്റെ അമ്മ കേട്ടോ കുറച്ച് മതി പായസം അതൊക്കെ അമ്മയോട് പറഞ്ഞാൽ മതി ആ മക്കളെ കയറുവാ അത് ഞങ്ങളാണെങ്കിലേ കല്യാണത്തിന് പോയിട്ട് വരുന്നായിരുന്നു ഞാനും കുട്ടുമനും കൂടെ അവിടെ ചെന്നാങ്കിൽ ഇഷ്ടംപോലെ കഴിച്ചിട്ടെങ്കിൽ വയറ് ഫുള്ളാ അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്യാണ്ടി ഞങ്ങൾക്ക് വീട്ടിലോട്ട് വന്നു വിട്ടാൽ മതി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാതെ കുറച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ ദഹിക്കട്ടെ ആ അത് ശരി എന്നാ പിന്നെ ഞാൻ പാത്രത്തിൽ തന്നു വിടാം നിങ്ങളെന്നാ പിന്നെ വൈകിട്ട് കഴിച്ചാൽ മതി ആ അമ്മണിമോള് കഴിച്ചില്ലല്ലോ അമ്മണിമോക്ക് എന്താ വിശപ്പുണ്ടോ ആ എന്നാ അമ്മണിമോൾ അടുക്കളയോട്ട് വാ ആണോ മോളെ ഞാനിന്ന് പായസം വിളമ്പട്ടെ ആ അതെന്റെ വകയിലെ ഒരു ബന്ധുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു ആ മോക്ക് ഒരുപാട് ഇതെന്തുവാ 5 പേരോ ഇപ്പൊ പോയോ ഏയ് ഒന്നുമില്ല മോളെ എന്റെ ഒരു തോന്നല് ഒന്നുമില്ല ആ തരാം മോളെ അവിടെ ഇരിക്കട്ടോ വണ്ടിയുടെ അപ്പൊ അതെനിക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ ഓടത്തുള്ളൂ അവരൊക്കെ അവിടെ ബാറ്ററി നോക്കിയിട്ട് കണ്ടില്ല അവിടെ തപ്പി നടക്കുന്നേ ഉള്ളൂ അവരുടെ അമ്മയെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകായിരുന്നു കളിക്കായിരുന്നു നേരം ഞാൻ നോക്കട്ടെ ചേച്ചി ബാറ്ററി ഉണ്ടോന്നേ അയ്യോ ഇല്ല ചേച്ചി ഒരു ബാറ്ററി ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നു പോയി ഒരു ബാറ്ററി കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല മോളെ എന്നാ പിന്നെ വേറെ വാങ്ങാം ഒരുപാട് പേരുണ്ടെന്ന് ആര് മറ്റേ അവരൊക്കെ പറഞ്ഞ 5 അമ്മണി ചേച്ചിന്ന് ആ ഇതൊക്കെ പിന്നെ എണ്ണ അറിയത്തില്ല അതായിരിക്കും ഇവിടെ കുറേ പറഞ്ഞു 5 തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത് മോളെ അമ്മണിമോളെ ഇത് അമ്മണിമോളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ എടുത്തതാ ഇത് അമ്മണിമോളെ വീട്ടിൽ കൊണ്ടുപോയി അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാമല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ കുറെ ഏറെ കൊടുത്തു വിടും അവർ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടേ മോളും കൂടെ കൊണ്ടുപോയിക്കോ വീട്ടിലോട്ട് എനിക്ക് വേണോ പറഞ്ഞ് ഞാൻ ചോദിക്കലായിരുന്നു കുറച്ച് തന്നു വിടാമോ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു പായസം ഇവരെല്ലാവരും പറയുന്നത് ഞാൻ 5 പേരുണ്ട് 6 പേരുണ്ട് എന്തൊക്കെയാണെന്നറിയാമോ പറയുന്നത് വേണ്ടേ കിങ്ങിനിയുടെ ആണെങ്കിൽ അമ്മമ്മ പറഞ്ഞു ഞാൻ 5 പേരുണ്ടെന്ന് പിന്നെ പറഞ്ഞു കുട്ടു പറഞ്ഞു ഞാൻ 5 പേരുണ്ടെന്ന് പിന്നെ കിങ്ങിനി പറഞ്ഞു ഞാൻ 5 പേരുണ്ടെന്ന് ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം ഇവരെല്ലാം കൂടെ പ്ലാനിങ് ചെയ്യാൻ തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മാളൂട്ടി വരെ പറയുന്നത് 5 പേരുണ്ടെന്ന് ഞാൻ മാളൂട്ടി പിന്നെ 5 അമ്മണി എന്നല്ല പറഞ്ഞത് ഞാൻ കുറെ പേരുണ്ടെന്ന് പറഞ്ഞത് കുറെ അമ്മണി ചേച്ചി ഉണ്ടെന്ന് എന്താ അവർക്ക് പിന്നെ എണ്ണ അറിയത്തില്ലല്ലോ മോളെ ഞാൻ ഒരു കാര്യം പറയട്ടെ മോളെ
മോളാണെങ്കിൽ പായസം കുടിക്കാൻ വേണ്ടിട്ട് അടുക്കള വന്നില്ലായിരുന്നു മുമ്പേ. അപ്പൊ ഞാനും കണ്ടതായിട്ട് എനിക്ക് തോന്നി 5 അമ്മടിയാണതായിട്ട്. മോളെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ ഇതിന്. എന്താന്ന് എനിക്കറിയത്തില്ല എന്ത് സംഭവം എന്തോന്ന്. ഞങ്ങളുടെ കണ്ണിന് കുഴപ്പമാണോ ഇനി മോടെ കുഴപ്പമാണോ ഒന്നും അറിയാൻ വയ്യ. ആഹാ അങ്ങനെ കണ്ടോ? ആ അതും 5 6 കണ്ട് ഉള്ള കണക്കല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. അപ്പൊ ആ പ്രയത്തിന്റെ കളി തന്നെ ഇത്. ആ എന്തായാലും മോളിപ്പോ പായസം മോളെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ചെല്ലു കേട്ടോ നിങ്ങൾ എല്ലാവരുടെ. ആ മോളിപ്പോ പോകാതിരിക്കുന്ന നല്ലത്. അമ്മണി ചേച്ചി ആണെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി ആ ബാധയൊക്കെ ഒഴിക്കട്ടെ കേട്ടോ. നേരത്തെ അച്ഛൻ ഗൾഫിൽ നിന്ന് അമ്മ ഞാനായിരുന്നു ഇവിടെ കിടക്കുന്നത്. അത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അച്ഛനും കൂടെ വന്നിട്ട് സ്ഥലമില്ല, എല്ലാം കൂടി ഇടിച്ചല്ലേ കിടക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ സെപ്പറേറ്റ് റൂം ഉണ്ടല്ലോ എനിക്ക് കുട്ടുവാനുവേ, അതുകൊണ്ട് സുഖമാ. ഞങ്ങൾക്ക് ഇടിച്ചൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് അവിടെ. നിങ്ങൾ പിന്നെ 2 പേരുള്ളതുകൊണ്ടല്ലേ പിന്നെ എനിക്ക് അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് പേടിയാണ് ഒരു റൂമിനെ കിടക്കാറ്. മേലൊക്കെ റൂം ഉണ്ടല്ലോ, എനിക്ക് പേടിയാണ് ഒറ്റയ്ക്ക്. ആ വയലിൽ കൂടെ ചുമ്മാ നമുക്ക് പോയല്ലേ? എന്നെ കണ്ടോ വയലിൽ കൂടെ പോയപ്പോ? അപ്പോഴേ ഞാൻ നോട്ടം ഇട്ട് എല്ലാത്തിനെയും വക വരുത്തും. ഓ ഓ ആരാത്? മോളെ മോളെ കഥ തുറക്കും മോളെ. ഇതെന്തിനാ കഥ അടച്ചു പറ്റിയിട്ടിരിക്കുന്ന അകത്ത് കയറി? എന്തിനാ മോളെ കഥ തല്ലി പൊളിക്കാൻ പറയുന്നേ? കഥകത്ത് മോളെ അകത്തൊന്ന് ലോക്കായി കിടക്കുവാന്നോ? അയ്യോ ആരോ വരുന്നു, ഓടിക്കോ. എന്താ എന്താ മക്കളെ പ്രശ്നം? പ്രേമോ? ആളുകൾ വന്നപ്പോ കണ്ടോ മോളെ പ്രേത സ്ഥലം വിട്ടത്? ഞാൻ ആരാ മോൻ? എന്റെ ശക്തിയെ കുറിച്ച് ആ പ്രേതത്തിന് അറിയാം. അതാ പ്രേത സ്ഥലം വിട്ടത് എന്നെ കണ്ടപ്പോഴേ. കണ്ടില്ലേ, അത് കണ്ടിട്ടാണ് ഞാൻ പ്രേതം പറയാ സ്ഥലം വിട്ടത്.